ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിന്റെ ലെക്ചർ നമ്പർ 3. കെമിസ്ട്രി മാത്രമേ ഇതുവരെ എടുത്തിട്ടുള്ളൂ, പേടിക്കേണ്ട, ബാക്കി സബ്ജക്റ്റുകളൊക്കെ പുറകെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇന്നലത്തെ അസൈൻമെന്റ്, ഇന്നലത്തെ അല്ല മിനിയാന്നത്തെ അസൈൻമെന്റ്, ഇന്നലെ നമുക്ക് ലീവ് ആയിരുന്നല്ലോ. പലരും ചില ചോദ്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കണം ആദ്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ. നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിലൊരു കുട്ടി മാത്രം എന്നെ അറിയിച്ചിട്ടുണ്ട്, ആൾക്ക് കണ്ണിനും ബുദ്ധിമുട്ടുണ്ട്, ആളുടെ നെറ്റിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളത്. ഇനിയും നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ കുട്ടികൾ ഇത് കാണാതെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ അവരുടെ അടുത്ത് പരസ്പരം വിളിച്ച് പറയണം, ഇത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം പ്ലസ് 1 വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ നാളത്തെ ലെക്ചർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സത്യം മനസ്സിലാവും. അത് നാളത്തേക്കുള്ള സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിലേക്ക് പോകണം. കാരണം കുറച്ച് കുട്ടികളത് തെറ്റായി എഴുതിയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്, യെസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇൻ. ഒരു 10 എണ്ണത്തിൻ്റെയാണത്. അതിൽ അവസാനത്തെ ചോദ്യമാണ് ഏകദേശം എല്ലാം തെറ്റിച്ചത്. ആദ്യത്തത് കാർബൺ 612 ആണ്. എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു Z 6. ന്യൂട്രോൺസ് കാണാനോ A മൈനസ് Z, അത് 6 കിട്ടി. ഇലക്ട്രോൺസ് കാണാനോ Z മൈനസ് ചാർജ്, ചാർജ് അവിടെ 0 ആണ്, അതുകൊണ്ട് 6, കുഴപ്പമില്ല. രണ്ടാമത്തത് ഹൈഡ്രജൻ H11. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1, നമ്പർ ഓഫ് ന്യൂട്രോൺ 0. അപ്പൊ ഏത് ആറ്റത്തിലാണ് 0 ഇലക്ട്രോണുകൾ 0 ന്യൂട്രോണുകളുള്ളത്? ആർക്കുള്ളത്? ഹൈഡ്രജൻ. അത് മറക്കാതെ ഓർത്ത് വെക്കുക. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 മൈനസ് 0, again 1. മൂന്നാമത്തത് കാൽഷ്യം 20, 40, 2 plus. Number of protons 20, number of neutrons 40 minus 20, 20. Number of electrons ഇത് minus ഇത്, Z minus C, 20 minus 2 is equal to 80. Okay? അടുത്തത് D, nitride N7, 14, 3 minus proton 7, neutron 14 minus 7, 7, electron 7 minus 3. നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് ചാർജ്, ഇവിടെ മൈനസ് ചാർജ് -3 ആണ്. പക്ഷെ ഇത് മിക്കവരും ശരിയാക്കി. ഞാൻ നിങ്ങൾ തെറ്റിക്കും എന്ന് വിചാരിച്ചത് ചോദ്യമായിരുന്നു. കൺഗ്രാജുലേഷൻ, അടിപൊളി, അല്ല പിന്നെ. അപ്പോൾ 7 മൈനസ് -3 എത്ര കിട്ടി? 7 മൈനസ് -3 ഈസ് ഈക്വൽ ടു 10. ഈ എളുപ്പമാണ്. ഓക്സിജൻ 8, 16, നമ്മൾ കണ്ണുകൂടി പറയും പ്രോട്ടോൺ 8, ന്യൂട്രോൺ 8, ഇലക്ട്രോൺ 8. അടുത്തത് അലൂമിനിയം 13, 27, 3 പ്ലസ്, പ്രോട്ടോൺ 13, ന്യൂട്രോൺ 14, ഇലക്ട്രോൺ 13 minus 3, that is equal to 10. Okay. G, സോഡിയം 11, 23 പ്ലസ് ഉണ്ടോ? ഇല്ല, പ്ലസ് ഒന്നുമില്ല. അപ്പോൾ പ്രോട്ടോൺ 11, ന്യൂട്രോൺ 12, ഇലക്ട്രോൺ 11. ഇതൊക്കെ എളുപ്പമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൽ ഒരു കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. എൻ്റെ കയ്യിൽ 2 മുട്ടായി, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും 3 മുട്ടായി വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ 3 പേരുടെയും കൂടെ എത്ര മുട്ടായി ഉണ്ടാവും? എൻ്റെ കയ്യിൽ 2ഉം അടുത്ത ആളുടെ 3ഉം അതിൻ്റെ അടുത്ത ആളുടെ 3ഉം, 3, 6, 2, 8. അങ്ങനെയല്ലേ നമുക്ക് കണക്കാക്കുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണെങ്കിൽ ഈ കാർബണിൻ്റെയും ഓക്സിജൻ്റെ എടുക്കണം. കാർബണിൻ്റെത് ഇതാണ്, ഓക്സിജൻ്റെത്. കാർബണിൻ്റെത് പ്രോട്ടോൺ 6, ന്യൂട്രോൺ 6, ഇലക്ട്രോൺ 6 നമ്മൾ നേരത്തെ നോക്കി വെച്ചു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബണും 2 ഓക്സിജനും, ഇവിടെ 6 പ്രോട്ടോൺ, ഇവിടെ 8, അങ്ങനത്തെ എത്ര ആളുണ്ട്? 2 ആളുണ്ട്. ശരിയല്ലേ? അപ്പോൾ 8ഉം 16ഉം 6ഉം 22 പ്രോട്ടോൺ.
ന്യൂട്രോണും അതേപോലെ തന്നെ 6 പ്ലസ് 8 ഇൻറ്റു 2 22 ന്യൂട്രോൺ. ഇലക്ട്രോണുകളുടെ എണ്ണവും 6 പ്ലസ് 8 ഇൻറ്റു 2 22 electron. That's about carbon dioxide. And water, H2O, hydrogen, proton 1, neutron 0, electron 1. Oxygen, proton 8, neutron 8, electron 8. നമ്മൾ നേരത്തെ നോക്കി വെച്ചാൽ അപ്പോൾ വാട്ടർ വരുന്നിടത്ത് you have 2 hydrogen and 1 oxygen. So number of proton, ഒരു ഹൈഡ്രജനിൽ ഒരാള്. There are 2 hydrogen, 2 into 1 plus 8. So total number of protons 10. Neutron 2 into 0, കാരണം ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല. 2 into 0 plus ഇവിടെ എത്രയുണ്ട് 8. So neutron number is 10. Electron, 1 electron is there, so 2 into 1 plus 8, 10 electron. Okay. ഇനി മിക്കവരും തെറ്റിച്ച അവസാനത്തെ ചോദ്യം, കാർബണേറ്റ്. നമ്മൾ നോട്ട് എഴുതി സ്പീഷീസസ് റാഡിക്കൽ, they are the group of atoms with a common charge. With a common charge. എന്താ ഈ റാഡിക്കൽ? ഒരു കാർബൺ, 3 ഓക്സിജൻ, അതിന്റെ ഒക്കെ കൂടെ അവസാനം ഒരു 2- ചാർജ്. This doesn't mean that 1 carbon and 3 oxygen with -2 charge. No. This is 1 carbon, 3 oxygen, and after the combination there is a charge of 2-. 2 മൈനസ് ചാർജ് മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. ഇല്ലാതെ ഓരോ ഓക്സിജൻ ആറ്റത്തിനും എന്തില്ല, എക്സ്ട്രാ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. കാർബൺ, പ്രോട്ടോൺ 6, ന്യൂട്രോൺ 6, ഇലക്ട്രോൺ 6. ഓക്സിജൻ, പ്രോട്ടോൺ 8, ന്യൂട്രോൺ 8, ഇലക്ട്രോൺ 8. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കുമ്പോൾ ഒരു കാർബണിൻ്റെ 1, 3 ഓക്സിജൻ ഉണ്ട്, 3 ഇൻറ്റു 8, മൊത്തം എത്ര പ്രോട്ടോൺ? 30 പ്രോട്ടോൺ. സംശയമില്ല. ന്യൂട്രോൺ 6 പ്ലസ് 3 ഇൻറ്റു 8, അതും 30. ഇലക്ട്രോൺ കണ്ടുകൊണ്ട് നോക്കണം. കാർബണും 3 ഓക്സിജനും ഉണ്ട്, സംശയമൊന്നുമില്ല. എന്നിട്ട് അവസാനം ഒരു 2- ചാർജ് ഉണ്ട്. അവസാനം ഒരു 2- ചാർജ് ഉണ്ട്. എക്സ്ട്രാ 2 ഇലക്ട്രോൺ. ഇതൊക്കെ കമ്പൈൻ ചെയ്തതിന് ശേഷം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാർബണിന്റെയും എടുക്കണം, 3 ഓക്സിജന്റെ എടുക്കണം, എന്നിട്ട് 2- ചാർജ് എക്സ്ട്രാ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഒന്നും കൂടെ 2 ഇലക്ട്രോൺ കൂടെ ഉണ്ട് എന്നർത്ഥം. ഞാൻ എനിക്ക് 6 ഇലക്ട്രോൺ ഉണ്ട് കാർബണിന്റെ കൂടെ, ഓക്സിജന്റെ കൂടെ 8 ഉണ്ട്. അത് മാത്രമല്ല അതിന്റെ കൂടെ എന്ത് കൂടെ ഉണ്ട്? 2 കൂടെ ഉണ്ട്. സോ ടോട്ടൽ 32 ഇലക്ട്രോൺ. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കള് ഇതും കൊണ്ടൊന്ന് ചെയ്തേ. NH4+, നൈട്രജൻ 714 ആണ്, ഹൈഡ്രജൻ 11 ആണ്. ഇത് ചെയ്തതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ ഇതാ. Find the number of electrons, protons and neutrons in NH4+. Q. Vacancy, ammonium. The name is ammonium. Okay,
1 nitrogen, 4 hydrogen and a plus charge. That means 1 electron is rejected. Plus charge ഒന്നും വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എനിക്ക് കാണാം. ഒരു 7 പ്ലസ് 4 ഹൈഡ്രജനിൽ ഓരോന്ന് വെച്ചാണ് 4 × 1. സോ there are 11 protons. Neutrons 7 plus 4 into 0. What? ഹൈഡ്രജനിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കാം. 7 plus 4 into 1 minus 1. Why minus 1? ടോട്ടൽ 11 പ്രോട്ടോൺ ഉണ്ടായിരുന്നു. NH4 പ്ലസ് NH4 മാത്രമാണ്. ഇവിടെ പ്ലസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 7 plus 4 into 1 minus 1 എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ കിട്ടി? 10 ഇലക്ട്രോൺ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. സോ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു എങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കാണാം എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ കുറച്ച് ദിവസമായിട്ടുള്ള ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? സം ബേസിക് ടേംസ് ഇൻ കെമിസ്ട്രി. അപ്പോൾ ഞാൻ പുതിയ 4, 5, 6 ടേമുകൾ പഠിപ്പിക്കും. അതിനുശേഷം 2008 ചോദിച്ച IIT ചോദിച്ച കഴിഞ്ഞ കൊല്ലം നീറ്റിൽ ചോദിച്ച ഒരു ചോദ്യം ചെയ്യാൻ കഴിവുള്ളവരായി നിങ്ങൾ മാറും. അതാണ് മാജിക്. നമ്മളെ ആക്ച്വലി ബ്രിഡ്ജ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എക്യുപ്പ് ചെയ്യുന്നത് നീറ്റിൻ്റെയോ JEEൻ്റെയോ ചോദ്യങ്ങൾ ചെയ്യാനുള്ളവരായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മളെന്തോ ഹെവി പഠിക്കാൻ നിന്നാലാണ് പ്രശ്നം. എളുപ്പത്തിൽ പഠിക്കാൻ നിന്നാൽ എല്ലാം എളുപ്പമാണ്. അത് ദിവസവും കുറച്ച് പഠിച്ചാൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്തുവാട്ടെ, അടുത്ത കുറച്ച് ടേമുകളിലേക്ക് പോവാം. സം ടേംസ്, സം ടേംസ്. ഐസോടോപ്സ് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വാക്ക് ഐസോടോപ്പ് ഉണ്ടാവും, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. So what do you mean by isotope? First we need the definition. They are the atoms of same element with different mass number. അമ്പട അതെന്താ? ഇപ്പൊ ഞാൻ ഹൈഡ്രജൻ എന്നുള്ള എലമെന്റ് ആറ്റങ്ങളൊക്കെ നോക്കി മൊത്തം നാച്ചുറലി കാണുന്നത് മിക്കതും ഹൈഡ്രജൻ 1 എന്ന് പറയുന്ന ആറ്റമാണ്. പക്ഷെ കുറേ ഞാൻ തപ്പി 100 എടുത്തു 99, കുറെ 1 കോടി എടുത്തു 99,99,900 ഒക്കെ എന്താണ് ഹൈഡ്രജൻ 1 പക്ഷെ കുറച്ചെണ്ണം നോക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ള മക്കളെ. ഹൈഡ്രജൻ 1, 2 ഇത് രണ്ടും ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ ആണ്. പക്ഷെ രണ്ട് വ്യത്യസ്ത ആറ്റങ്ങളാണ്. You can call it as isotopes. They are the atoms of same element with different mass number. ഹൈഡ്രജൻ 1,3 എന്ന് പറയുന്ന ഒരു പഹയനും കൂടെ ഉണ്ട്. ഇതിന് ഓരോന്നിനും പേരുണ്ട്. ഇതിന് പ്രോട്ടിയം എന്ന് വിളിക്കും, ഇതിന് ഡ്യൂട്ടീരിയം എന്ന് വിളിക്കും, ഇതിന് ട്രിഷിയം എന്ന് വിളിക്കും. These 3 are the isotopes of hydrogen. They have different mass number but same atom. ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0, ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1, ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 2. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളിൽ വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകൾ എന്ന് വേണമെങ്കിലും പറയാം. തെറ്റൊന്നുമില്ല. ഉണ്ടോ പറയില്ല. അപ്പോൾ ഐസോടോപ്സ്. വേറെ എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ കാർബൺ നോക്കിയാൽ കാർബൺ 12 ആണ് മിക്കവാറും ഉണ്ടാവുക. പക്ഷേ പഹയന് കാർബൺ 14 എന്ന് പറയുന്ന വേറെ ഐസോടോപ്പ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോസിലുകളുടെയൊക്കെ പഴക്കം കാൽക്കുലേറ്റ് ചെയ്യുക. കാർബൺ 14, 18. നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന പഹയന്റെ മൂലമുണ്ട്. ക്ലോറിൻ 35 and ക്ലോറിൻ 37. So these are the examples of isotopes. So we can write the note isotopes. You write isotopes are the atoms of same element. Isotopes are the atoms of same element with different mass number. In isotopes,
in isotopes, number of neutrons will be different. In isotopes, number of neutrons will be different. In isotopes, number of neutrons will be different. These are the example. And for this one, this is protium, this is deuterium, and this is tritium in bracket. Protium, deuterium, tritium. Protium, deuterium, tritium. Carbon 12, carbon 14. Carbon 12 and carbon 14. പിന്നീടുള്ളത് chlorine 35 and chlorine 37. This 37, not 32. Chlorine 35 and chlorine 37. So this is the term isotopes. Okay. ഐസോബാർ. ഈ ഐസോടോപ്പ് കൊണ്ട് എന്താ പ്രശ്നം? നമ്മുടെ ഡാൽട്ടന്റെ രണ്ടാമത്തെ പോസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ് വിൽ ബി alike in all the aspects. നമുക്ക് പറയാം മിസ്റ്റർ ഡാൽട്ടൺ പുട്ടുപോലെ ഇങ്ങനെ തള്ളി തള്ളി പുറത്തേക്ക് വരല്ലേ. ഐസോടോപ്പുകളുണ്ട്, ഒരേ എലമെന്റിന്റെ ആറ്റം ആണെങ്കിലും വ്യത്യസ്ത പ്രോപ്പർട്ടികൾ പോസിബിൾ ആണ്. സോ ഡ്യൂ ടു ഐസോടോപ്സ് the statement atoms of same element will be alike in all the aspects will become wrong. തെറ്റായി പോയി. ആള് അറിയാൻ പറഞ്ഞു പോയത് തെറ്റാ. ക്ഷമിച്ചല്ലേ കേട്ടോ മക്കളെ, പക്ഷെ ഇത് ഡ്രോബാക്ക് ആണ്. ഇനി ഐസോബാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താ ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞാൽ they are the atoms of different element. ഡിഫറെന്റ് എലിമെന്റ് ആറ്റംസ് ആണ് എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കണം എന്നാണ് വെപ്പ്. ബട്ട് ദേ ഹാവ് സെയിം അറ്റോമിക് മാസ് ഓർ സെയിം മാസ് നമ്പർ. They are known as isobar. For example, ആർഗൺ എന്ന് പറയുന്ന ഒരു പഞ്ചപാവമുണ്ട്. പഞ്ചപാവമാണ്. ഞാൻ എന്താ പഞ്ചപാവം എന്ന് പറയുന്നത്? ഇത് നമ്മുടെ മഹാത്മാഗാന്ധിനെ പോലെ മദർ തെരേസയെ പോലെ ഒക്കെയുള്ള ആളാണ്. എന്താണ്? ഒരു കവള് തടിച്ചാൽ മറു കവള് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. നോബിൾ ഗ്യാസ് ആണ്. റിയാക്ട് ചെയ്യാൻ പോവില്ല. നോ റിയാക്ഷൻസ് അറ്റ് ഓൾ. നോബിളാണ്. വേറൊരു ഭാഗമുണ്ട് കാൽഷ്യം. നമ്മുടെ കിങ് ജോങ് ഉന്നിനൊക്കെ പോലെ കച്ചറയാണ്. ആരെ കണ്ടാലും അടിയുണ്ടാക്കണം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തണം എന്ന് നടക്കുന്ന ആളാണ് കാൽഷ്യം. ഈ രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആൾക്കാരെ നോക്കൂ. രണ്ടിൻ്റെയും അറ്റോമിക് മാസ് എന്താണ്? സെയിം ആണ്. Can call it as isobar. See, if you take nitrogen 14 and carbon 14, they are entirely different atoms, but they have same property. Their masses are same. You can call them as isobar. So, right, isobar. Isobars. They are the atoms of same element. So, they are the atoms of different elements. They are the atoms of different elements. With same mass number. With same mass number. So write down the example. Argon 1840, calcium 2040, both are different elements but same mass number. Nitrogen 14 and carbon 14. These are the another example. Okay. Isobar. Now you write a question. Find the number of neutrons in sodium 1123, magnesium 1224. Find the number of neutrons in sodium 1123 and magnesium
1224. കണ്ടുപിടിച്ചേ. ഉറക്കം വരുന്നില്ലേ? നല്ല മഴയൊക്കെയാണ് ഇന്ന്. ഞാൻ ആക്ച്വലി 10 മണിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്ത 9:35 ആയിരുന്നു. ഈ സമയത്താണ് ഷൂട്ട് ചെയ്തത്. നല്ല തണുത്ത അന്തരീക്ഷം, മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ എന്താ സുഖം ഉണ്ടാവും അല്ലേ? അതൊരു കാര്യമില്ല. ഇങ്ങനെയായിപ്പോയി നമ്മുടെ ജീവിതം. ഏതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവിടെ 12, ഇവിടെ 12. ആഹാ, കൊള്ളാലോ. They are different atoms with same number of neutrons. So there must be two atoms of different elements with same number of neutrons are known as isotons. So right, isoton. They are the atoms of different elements. They are the atoms of different elements with same number of neutrons. With same number of neutrons. Example. Okay. Isotope. Next is okay. ഇച്ചിരി വ്യത്യാസമുള്ള ഇതൊക്കെയാണ് അടുത്തത്. അപ്പോൾ ഏതൊക്കെയായി? ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ആൻഡ് നെക്സ്റ്റ് ടേം isodiaphragm. What is that? If I take sodium 1123, number of protons 11, number of neutrons 12. If I take fluorine 990, number of protons 9, number of neutrons 10. Now you look at number of neutrons is 1 more than the number of protons. n minus p വാല്യൂ 1 ആണ്. എക്സസ് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇവിടെയും എക്സസ് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. n minus p equal to 1, n minus p. n minus p value can be called as excess neutron. എക്സസ് ന്യൂട്രോണുകളുടെ എണ്ണം ഇവിടെ എത്രയാണ്? സെയിം ആണ്, 1 ആണ്. അങ്ങനെയുള്ള ആറ്റങ്ങളാണ് ഇത് വിളിക്കുക ഐസോഡയാഫ്രം. ഓക്കെ, സോ റൈറ്റ്, ഐസോഡയാഫ്രം. They are the atoms of different elements. They are the atoms of different elements with same n minus p value. With the same n minus p value. Bracket le do n minus p, the excess neutrons. With the same n minus p value, that is excess neutrons. Isodiaphragm. Next, ഇന്നത്തെ സമയം ഏകദേശം തീരാനായി, എന്നാലും കുഴപ്പമില്ല, നോക്കാം. Next is iso-electronic. ഇതിന്റെ മീനിങ് പറഞ്ഞാൽ നിങ്ങൾ ഐസോ ഇലക്ട്രോണിക് എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നായിരിക്കും അല്ലേ? ഐസോ ഇലക്ട്രോണിക്, യെസ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇഫ് യു ടേക്ക് സോഡിയം 1123 plus number of electrons 10. I am taking aluminum 1327 3 plus, again number of electrons 10. If I take carbon dioxide, I have 22 electrons, okay. And if I take NO2, N2O, I am taking N2O, 7 plus 7, 14 plus 8, again 22 electrons. So they are the atoms or group of atoms
with same number of electrons. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ആരെ പറയാം, NH4 പ്ലസിന് പറയാം again 10 electrons. So right, isoelectronic, they are the atoms or group of atoms. They are the atoms or group of atoms with the same number of electrons. With the same number of electrons. ഇങ്ങനെ രസം ഒരു JEE എക്സാമിന് IIT എക്സാമിനും ഒരു 2 കൊല്ലം വരെ നീറ്റ് എക്സാം ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസസ്. ആലോചിച്ച് നോക്കണേ, എന്ത് എളുപ്പമുള്ള ചോദ്യമാണ്. ആകെ നമ്മൾ അറിയേണ്ട ഐസോ ഇലക്ട്രോണിക്കിന്റെ അർത്ഥം. ഐസോ ഡയാഫറിനെ ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടേമുകളൊക്കെ അതാ ഞാൻ പറഞ്ഞു വന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി മക്കളെ. പരീക്ഷയ്ക്ക് എളുപ്പ. ഏത് IIT പരീക്ഷ, നമ്മുടെയൊക്കെ മനസ്സിൽ IIT പരീക്ഷ എന്ന് വെച്ചാൽ എന്തോ വലിയ സാധനമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് നിങ്ങൾക്ക് 2 ചേട്ടന്മാർ വന്ന് ക്ലാസ് എടുക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കരിയർ ഓപ്ഷൻസ് പറയണം. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പലരും ആദ്യം മനസ്സിൽ വരുന്നത് IIT ആണ്. സത്യം, ഇന്ത്യയിൽ ഏറ്റവും പഠിക്കാൻ നല്ലത് IIT തന്നെയാണ് എഞ്ചിനീയറിംഗ്. രണ്ടാമത് ഇന്ത്യയിൽ പഠിക്കാൻ ഏറ്റവും നല്ലത് രണ്ടാമതാണോ ആദ്യമാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. അത് ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളേജാണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ബിറ്റ്സ് പിലാനി ഗോവയിലാണ്, ഗോവ. ഓക്കെ, അതാണ് എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അതിനെപ്പറ്റി അവിടെ പഠിക്കുന്ന 2 ചേട്ടന്മാർ, ചിലപ്പോൾ 5 എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരിക്കും. അവരോട് ഞാൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. നമുക്കിങ്ങനെ എല്ലാ കോളേജും കാണാം ഈ കോഴ്സ് കഴിഞ്ഞിട്ട്. നമ്മൾ +1 എത്തുന്നതിന് വരെ തീരുമാനിക്കണം ഞാൻ എന്താവണം. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പണിയെടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ പറയും. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാന്ന് പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എന്തെളുപ്പമാണ് പഠിക്കാൻ. നൗ ലാസ്റ്റ് ടേം, ഇന്നത്തെ അവസാനം ഒടുക്കടുത്ത് പഠിക്കാനുള്ള ടേം ഐസോസ്റ്റർ. What is isostar? Isostar എന്ന് വെച്ചാൽ ഐസോ ഇലക്ട്രോണിക് തന്നെ, പക്ഷെ അതിന്റെ കൂടെ നമ്പർ ഓഫ് ആറ്റംസും സെയിം ആയിരിക്കും. സോ ഇഫ് ഐ ടേക്ക് sodium plus and NH4 plus, both having 10 electrons, they are isoelectronic but they are not isoster. Isoster ആണെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണവും സെയിം ആയിരിക്കണം. ഇവിടെ ആറ്റങ്ങളുടെ എണ്ണം വ്യത്യാസമാണ്. But if I take carbon dioxide and N2O, they are isoster. Number of atoms ഉം number of electrons ഉം സമമാണ്. If I take carbonate CO3 2- and NO3-, രണ്ടിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. They are isoster. So isoster are the species with same number of electrons and same number of atoms. So all isosters are isoelectronic, but all isoelectronic species are not isoster. അത്രേ ഉള്ളൂ കാര്യം. എന്താണ്? all isosters are isoelectronic, but all isoelectronics are not isosters. They are the species with same number of electrons and same number of atoms. I am sorry, കറണ്ട് പോയി. ഇപ്പൊ ഞാൻ നിർത്തും, പേടിക്കണ്ട. So last, isoster. They are the species with same number of electrons and same number of atoms. Same number of electrons and same number of atoms. Example, carbon dioxide and N2O, carbonate and ഇതിന്റെ പേരെന്തായിരുന്നു? Nitrate. Carbonate and nitrate. റെഡി? അപ്പോൾ അങ്ങനെ നമ്മുടെ 3ാമത്തെ ദിവസത്തെ ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആണ് കൂടുതൽ കുട്ടികളെ ഈ കോഴ്സിൽ ഇരുത്തി പഠിപ്പിക്കാനുള്ള പതാകവാഹകർ. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയാം, മസ്റ്റായിട്ട് ഇത് മുഴുവൻ കാണുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാം. എന്തിനാ? ഒരു ദിവസം 1 അരമണിക്കൂറല്ലേ, വലിയ ഒരുപാട് സമയമൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും
ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഈ ഗ്രൂപ്പിൽ ആഡഡ് ആയിട്ട് ഈ വീഡിയോസ് കാണാതെ അസൈൻമെൻറ്റ് എഴുതാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓരോരുത്തരെയും വിളിച്ച് പറയുന്നത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം കൂടി ഏറ്റെടുക്കുക. അപ്പോൾ വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ജയദീപ് ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.